ഹലോ ഫ്രണ്ട്സ്, മിനിവാൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഫേസ്ബുക്കിൽ ഫേമസ് ആയ ആവളപ്പാണ്ടിയിലെ തോടിനരികിലാണ്. ഇവിടെയാണ് പൂത്തു നിൽക്കുന്ന ആ ചല്ലിപ്പൂവ് എന്ന് പറയുന്ന പൂക്കളുള്ളത്. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സ്നേഹപൂർവ്വം നിങ്ങളുടെ ചൂട്ട്. ഞങ്ങളുടെ നാട്ടിൽ പ്രകൃതി ഒരുക്കിയൊരു ഭംഗി കാണാൻ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആവളപ്പാണ്ടിയുടെ കനാലിലാണ് ഇത് കാണുന്നത്, തോട്ടിലാണ്. മുമ്പ് ചെറിയ കൈത്തോടായിരുന്നു, പക്ഷേ ഇന്നിപ്പോൾ അത് വലിയ തോടായി മാറിയിട്ടുണ്ട്. കൃഷിയുടെ ആവശ്യത്തിനർത്ഥം ഇങ്ങനെ തോടാക്കി മാറ്റിയതാണ്. അപ്പോൾ ഈ ഭംഗി കാണാൻ വേണ്ടിക്കൊണ്ട് ഇന്ന് മാതൃഭൂമി പത്രത്തിൽ വന്നതോടുകൂടിയാണ് ഇപ്പോൾ ഇവിടെ ഒട്ടനവധി പേര് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭംഗി കാണാൻ ഞാനും വന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ലിജുമാഷാണ് ഇങ്ങനെ ഒരു സംഭവത്തിൽ നിന്ന് എനിക്കൊരവസരം തരുന്നത്. അപ്പം സ്നേഹപൂർവ്വം നിർത്തുന്നു നിങ്ങളുടെ ചൂട്ട്. കുളക്കരയിൽ കൈത പൂത്തപ്പം കാത് കുത്തിയ പെണ്ണേ, കീറിച്ചുറ്റി നെയ്തെടുത്തൊരു കനവു കണ്ടടി പെണ്ണേ, പൂത്തു നിന്ന കൈതപ്പൂക്കൾ പുഞ്ചിരി തൂകി നിന്നേ, കാലം തെറ്റിയ മഴയെ നോക്കി നീ പ്രാഗി നിന്നടി പെണ്ണേ. കുളക്കരയിൽ കൈതപ്പൂത്തപ്പം കാത് കുത്തിയ പെണ്ണേ, കീറിച്ചുറ്റി നെയ്തെടുത്തൊരു കനവു കണ്ടടി പെണ്ണേ, പൂത്തു നിന്ന കൈതപ്പൂക്കൾ പുഞ്ചിരി തൂകി നിന്നേ, കാലം തെറ്റിയ മഴയെ നോക്കി നീ പ്രാഗി നിന്നടി പെണ്ണേ. തഴയറുത്തു ഞാൻ വയൽക്കരയിൽ തളർന്നിരുന്നടി പെണ്ണേ, വിരലമർത്തി ഞാൻ നീട്ടിത്തുപ്പിയ വെറ്റിലപ്പാക്കിൻ്റെ ചൂര്, തഴയും കീറി സോറ പറഞ്ഞു ഞാൻ പായത്തുമ്പേലിരുന്നേ, പതക്കം വന്നൊരു പതിച്ചി തള്ളയുടെ പന്നക്കം കേട്ടു ഞാനിരുന്നേ, പതക്കം വന്നൊരു പതിച്ചി തള്ളയുടെ പന്നക്കം കേട്ടു ഞാനിരുന്നേ. കുളക്കരയിൽ കൈത പൂത്തപ്പം കാത് കുത്തിയ പെണ്ണേ, കീറിച്ചുറ്റി നെയ്തെടുത്തൊരു കനവു കണ്ടടി പെണ്ണേ. പാട്ടു കേട്ടു ഏറ്റുപാടിയ പൂങ്കുയിലിനെ കണ്ടേ, പാലമരത്തണലിൽ വന്നു മതിമറന്നു ഞാൻ നിന്നേ, ചടഞ്ഞിരുന്നു ഞാൻ നെയ്തെടുത്തൊരു പായ കണ്ടടി പെണ്ണേ, പാകം വന്നൊരപ്പായത്തുമ്പിൽ പാട്ടും കേട്ടു ഞാനിരുന്നേ, പാട്ടും കേട്ടു ഞാനിരുന്നേ. നിങ്ങളുടെ വരികയാണെങ്കിൽ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഒരു 2 മണീൻ്റെ ഉള്ളിൽ നമ്മളിവിടെ വരണം. കാരണം അതിനുശേഷം ഈ പൂവ് പതുക്കെ കുമ്പാൻ തുടങ്ങും. ഏറ്റവും നന്നായി പൂക്കൾ വിടർന്ന് നിൽക്കുന്ന കാണുന്ന ടൈം എന്ന് പറയുന്നത് ഒരു ഉച്ചയ്ക്ക് ഒരു 12-2 മണിക്ക് ഇടയിലാണ്. അപ്പോൾ ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഭംഗി പൂർണ്ണമായും ആസ്വദിക്കാൻ പറ്റും. ധാരാളം സഞ്ചാരികളിപ്പോൾ ഈ ഒരു പോസ്റ്റൊക്കെ കണ്ടിട്ട്, ഫേസ്ബുക്ക് പോസ്റ്റുകൾ കണ്ടിട്ട് ധാരാളം ആളുകൾ ഇവിടെ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് വരാനുള്ളൊരു വഴി എന്ന് വെച്ചാൽ നമ്മൾ കോഴിക്കോട് നിന്നാണ് വരുന്നതെങ്കിൽ കോഴിക്കോട് നിന്ന് പേരാമ്പ്ര വന്നിട്ട് പേരാമ്പ്ര ചെറുവണ്ണൂർ ചാനിയങ്കടവ് വഴി വരിക. എന്നിട്ട് പന്നിമുക്ക് എന്ന സ്ഥലത്തു നിന്നൊരു 200 മീറ്റർ ആവള റോഡിന് സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വയലിലേക്ക് എത്താൻ വേണ്ടി പറ്റും. നിങ്ങൾ വടകര നിന്നാണ് വരുന്നതെങ്കിൽ വടകര നിന്ന് വരുന്ന സമയത്ത് പേരാമ്പ്ര റോഡിന് വന്നിട്ട്, അതായത് ചാനിയങ്കടവ് വഴി പേരാമ്പ്ര റോഡിന് വന്ന് ആ പന്നിമുക്കിൽ നിന്ന് ഒരു 200 മീറ്റർ സഞ്ചരിച്ച് നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. അപ്പോൾ
ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ബൈ.